ഹലോ ഗൈസ്, ഞാൻ ഞങ്ങളുടെ ചെറിയൊരു പച്ചക്കറിത്തോട്ടം കാണിച്ചു തരാം. ഇത് കുമ്പളങ്ങ കേട്ടോ. കുമ്പളങ്ങ വിത്ത് നട്ടിട്ടുണ്ടായതാ. കരിവേപ്പില, ഇത് ചീരയാണ്, നമ്മളെ ഉപ്പേരി വെക്കുന്ന ചീര. ഇത് പയറ്, പിന്നെ ഇവിടെ അങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട്. മത്തൻ നട്ടിട്ടുണ്ട്. ഇതാ മത്തൻ ഉണ്ടായി വരുന്നുണ്ട്. ചെറിയ പപ്പായ ഉണ്ട്. പിന്നെ ഇതാണ് പിന്നെ മല്ലിച്ചപ്പല്ല, പുതിനച്ചപ്പ്. ഞാൻ വീട്ടിലെ ആവശ്യത്തിന് കൊടുന്നപ്പോൾ ചെറിയൊരു തൈ അങ്ങനെ കൊത്തിയിട്ടതാ. ഇത് കോവക്ക കേട്ടോ. കോവക്കൻ്റെ ഒരു കൊമ്പ് കുഴിച്ചിട്ടിട്ട് ഉണ്ടായി വരുന്നുണ്ട് മേലൊക്കെ. പിന്നെ തക്കാളി ഉണ്ട്, ശരിയായിട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ ചെറുനാരങ്ങൻ്റെ തൈ, ഇവിടെ ഒരു ചെറുനാരങ്ങൻ്റെ തൈ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ വാട്ടർമെലൺ ഉണ്ടായത് ഇതാ. വാട്ടർമെലൺ നട്ടിട്ട് ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കറ്റാർവാഴൻ്റെ അടുത്താണ് വാട്ടർമെലൺ ഉണ്ടായി വന്നിട്ടുള്ളത്. പിന്നെ കരിവേപ്പിലിൻ്റെ ആ ചാക്കിൽ ഞാൻ വേസ്റ്റ് പിന്നെ വിത്ത് ഇട്ടത് അമരക്കാൻ്റെ, അത് ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പറിച്ചു കേട്ടോ. പിന്നെ കുമ്പളങ്ങൻ്റെ ഇത് കരിവേപ്പില ഉണ്ടായി വന്നത് വീണിട്ട് പിന്നെ മുറിച്ച് കളഞ്ഞിട്ട് പുതിയത് ഉണ്ടായി വരികയാണ്. പിന്നെ ഇത് കുമ്പളങ്ങൻ്റെ കുറേ പൂവ് ഇട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും കായ്ക്കുന്ന കാണാനില്ല. ഉണ്ടാവുമായിരിക്കും അല്ലേ. പിന്നെ ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് നമ്മളെ മറ്റേ ചക്കപ്പഴത്തിൻ്റെ തൈയാണ്. ഇത് പേരക്കൻ്റെ തൈയാണ്. ഇത് നാരങ്ങയാണ്. നാരങ്ങ റമദാൻക്ക് നമ്മൾ ഇതിന് കൊടുന്നപ്പോൾ മുസമ്പി കേട്ടോ. ജ്യൂസ് അടിക്കാൻ കൊടുന്നപ്പോൾ അതിൻ്റെ വിത്ത് ഞാൻ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടായതാണ്, മുസമ്പി. പിന്നെ മുളകും തൈ ഉണ്ട്, ഉണ്ടായി വരുന്നുള്ളൂ. ഇത് പപ്പായ, ഇത് ഫുള്ള് പപ്പായാണ്. ഇവിടെ വലിയ പപ്പായാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ മുളകും തൈയും പപ്പായ, ചെറിയ കരിവേപ്പില അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ കറ്റാർവാഴ മേലെ ഇരിക്കുന്നുണ്ട്. ഇത്രയാണ് ഞങ്ങളുടെ ചെറിയൊരു കൃഷി കേട്ടോ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.